ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നിധിയോട് ഇങ്ങനെ നിലവിളക്ക് കത്തിക്കാൻ കൂട്ടിക്കൊണ്ടു പോകാൻ ഇങ്ങനെ പറയാൻ കേട്ടോ, പാലും പഴവും പായസമൊക്കെ കൊടുക്കാൻ ഇങ്ങനെ ആവശ്യപ്പെടുമ്പോൾ നിധി ചെയ്യില്ലെന്ന് പറയാൻ കേട്ടോ, അതിന് സമ്മതിക്കില്ലെന്ന് പാറുവും പറയാൻ കേട്ടോ. അങ്ങനെ ഈ സമയം വസുന്ധര ഇങ്ങനെ ഗോപിയെ ഭീഷണിപ്പെടുത്താണ്, ഗോപിയോട് കണ്ണിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്, അത് ചെയ്തില്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പോലും അറിയില്ല എന്ന ആ ഒരു ഇതോടുകൂടി ഇങ്ങനെ തുറച്ചു നോക്കുന്ന സമയത്ത് ഉടൻ തന്നെ ഇവിടെ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട ഗൗതം, നമുക്ക് ആ പരിപാടി അങ്ങ് ചെയ്തു കൊടുത്തേക്കാം, എങ്കിൽ നമുക്ക് മനസ്സമാധാനത്തോടു കൂടി ഇരിക്കാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഒട്ടും ഇഷ്ടമില്ലാതെ അച്ഛൻ എന്താ ഈ പറയുന്നത്, എന്താണ് അച്ഛൻ ഈ കാണിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ, മോനെ ഈ അച്ഛന് വേണ്ടി നീയൊന്നു അടങ്ങ്, നിധി ചെയ്യട്ടെ, നിധിയല്ലേ ഇവിടുത്തെ മൂത്ത മരുമകൾ, അവൾ ചെയ്യേണ്ട കടമകൾ അവൾ ചെയ്യട്ടെ എന്ന ആ തീരുമാനം അങ്ങനെ ഗോപി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് പൂജാമുറിയിൽ പോവാണ്. പൂജാമുറിയിൽ ചെല്ലുമ്പോഴാണെങ്കിലോ ഇങ്ങനെ ഫാൻ കറങ്ങുന്നതായി ശിവാനി കാണുകയാണ്. അപ്പോൾ തന്നെ ശിവാനി പറയാണ്, അതെ ഫാൻ ഒന്ന് ഓഫ് ചെയ്ത നിധി. അത് കേൾക്കുമ്പോൾ നിധിക്കും പാറുവിനും ഗോപിക്കും യാമിനിക്കും എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, ഇവിടെ വസുന്ധരയല്ലേ ഏറ്റവും വലിയൊരു ആയുധം അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വസുന്ധരയുടെ ആ ഒരു ഇതോട് കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കേട്ടോ. വസുന്ധര പറയാണ്, നിധി നിന്നോട് ഫാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞത് നീ കേട്ടില്ലേ. അപ്പോൾ ഉടൻ തന്നെ നിധി ഫാൻ ഓഫ് ചെയ്യാനായിട്ട് അതൊക്കെ കണ്ട് ഗൗതമിൻ്റെ കൈ ഇങ്ങനെ തരിക്കുന്നുണ്ട്. അങ്ങനെ ശിവാനി നിലവിളക്ക് അങ്ങ് കത്തിക്കുകയാണ്. അല്ല, ഞാൻ ഈ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് ഫാൻ്റെ കാറ്റ് കൊണ്ട് എങ്ങനെയെങ്കിലും ആ നിലവിളക്ക് കെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ പറയും ഇവിടെ കയറി വന്നവൾ മൂദേവിയാണെന്നുള്ള വാക്കായിരിക്കും, അത് ഒഴിവാക്കാനാണ് കേട്ടോ ഞാൻ ഫാൻ ഓഫ് ചെയ്ത് എന്നിങ്ങനെ പറയണേ. അങ്ങനെ നിലവിളക്ക് കത്തിച്ച് കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ശിവാനിയോട് പറയണേ, നീ അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങും പ്രണവ് എന്ന് പറയണട്ടോ. ഇത് കേൾക്കുന്ന പാറു പറയണം, അച്ഛനമ്മമാരുടെ അനുഗ്രഹം, വിവാഹം കഴിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ ഇഷ്ടമില്ലാത്തതും അച്ഛനമ്മമാരുടെ അനുഗ്രഹം വാങ്ങാത്ത ഇവൻ എന്തിനാ വിവാഹം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ അനുഗ്രഹം വാങ്ങുന്നതെന്ന് ചോദിക്കാനേട്ടാ. അപ്പോൾ ഉടൻ തന്നെ പ്രണവ് പറയണേ, എന്തിനാ അമ്മേ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്, ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് ഞാൻ ചോദിച്ചതല്ലേ ശിവാനിയെ കല്യാണം കഴിക്കട്ടെ എന്ന്, അപ്പോൾ നിങ്ങൾ സമ്മതം തരാത്തത് കൊണ്ടല്ലേ ഞാൻ ശിവാനിയെ കല്യാണം കഴിച്ചു, ഇനി കല്യാണം കഴിച്ചു, ഇനി കഴിച്ചത് വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, അപ്പോൾ ഇനിയുള്ള ജീവിതം ഞങ്ങളുടെ സുഖമായി പോവട്ടെ എന്ന അനുഗ്രഹം നിങ്ങളിൽ നിന്ന് വാങ്ങാനല്ലേ ഞാനത് ചോദിച്ചതെന്ന് പറയാൻ കേട്ടോ. ഉടൻ തന്നെ പാറു പറയണേ, പോടാ നീ നിൻ്റെ പണി നോക്കടാ, നിനക്ക് ഇങ്ങനെയുള്ള തട്ടിപ്പും വെട്ടിപ്പുള്ള സംസാരം എൻ്റെ അടുത്ത് നടത്തണ്ട, നിനക്ക് ഇവളെ കല്യാണം കഴിക്കുമ്പോൾ നിനക്ക് അച്ഛൻ്റെ അമ്മ എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു, സ്വന്തം പെറ്റമ്മ നൊന്ത് പ്രസവിച്ച അമ്മയുടെ വേദന നീ മനസ്സിലാക്കിയോ, ഇവളെയല്ലേ നിൻ്റെ കണ്ണിലുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് നീ അവളുമായി അങ്ങ് ജീവിച്ചോ, ഞങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഒന്നും ആവശ്യം നിനക്കില്ല എന്ന് പറയാനിട്ടാ. എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന പാറുവിൻ്റെ ആ വാക്കുകൾ ഒരിക്കലും അംഗീകരിക്കാൻ വസുന്ധരയ്ക്ക് കഴിയില്ല. വസുന്ധര ഗോപിയുടെ മുഖത്തിട്ട് കണ്ണുരുട്ടി കാണിക്കുകയാണ്. ഗോപിയേട്ടാ, ഞാൻ എന്തെങ്കിലും പറയണോ, ഇവർക്ക് അനുഗ്രഹം കൊടുക്കില്ലേ, നിധിക്ക് കിട്ടിയ ആ അനുഗ്രഹങ്ങളെല്ലാം, നിധിക്ക് കിട്ടിയ ആനുകൂല്യങ്ങളെല്ലാം ഇവർക്കും കിട്ടണം, ഇവളും ഇവിടുത്തെ മരുമകളാണ്, അത് കൊടുക്കില്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഗോപി, പാറു ഇതിന്മേ ഒരു വഴക്ക് വേണ്ട, അതങ്ങ് കഴിഞ്ഞു, അതങ്ങ് പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് അവരനുഗ്രഹം കൊടുക്കണം കേട്ടോ. എന്നാൽ ഈ സമയം ഇനി അടുത്ത പരിപാടി നിധിയാണ്. നിധി പാലും പഴവും കൊടുന്ന് എങ്ങനെ കൊടുക്കട്ടെ എന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ അത് കേട്ട് നിൽക്കാനേ ഗൗതമിനും കഴിയുള്ളൂ. ഗൗതമം കണ്ണുറിച്ച് നോക്കുന്നുണ്ട്, പക്ഷേ ഗൗതം അവിടെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പാറു പറയാണ്, എന്തായാലും ഇനി അവൾക്ക് അതിൻ്റെ ഒരു കുറവും കൂടി വേണ്ട, ആ കുറവങ്ങ് നികത്തിയേക്ക് നിധി എന്ന് പറഞ്ഞിട്ട് നിധി പാലും പഴവുമായി ഇവരുടെ മുന്നിലോട്ട് ചെല്ലണേട്ടാ. അപ്പോൾ ഒരു പഴമെടുത്ത് ശിവാനിക്ക് മുന്നിൽ അങ്ങ് കൊടുക്കുമ്പോൾ ശിവാനി എന്ത് ചെയ്യുന്നു, ആ പഴം, നീ എന്താ നിധി ഇങ്ങനെ കാണിക്കുന്നത്, ഇതൊരു വേലക്കാരി പഴം വെച്ച് നീട്ടുന്നത് പോലെയുണ്ടല്ലോ, എനിക്ക് പുതുവണ്ണായി വീട്ടിൽ വന്നു കയറിയ ഒരു പെണ്ണല്ലേ ഞാൻ, അപ്പോൾ സാധാരണ ആ സ്ഥാനത്ത് നീ എങ്ങനെയാണ് ചെയ്യുക, പഴത്തിൻ്റെ തോലൊക്കെ പൊഴിച്ച് ഞങ്ങളുടെ കയ്യിൽ തരികയല്ലേ ചെയ്യുക, നീ എന്താ നിധി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, നീ എന്നെ ഒരു വേലക്കാരിയുടെ വിലയാണ് കൽപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ നിധി അതും പൊളിച്ചു കൊടുക്കാനേട്ടാ. അങ്ങനെ ഇത് പൊളിച്ചു കൊടുക്കുമ്പോൾ പ്രണവ് എൻ്റെ കയ്യിലോട്ട് നിധി ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ പ്രണവാണെങ്കിലോ ശിവാനിയുടെ ആദ്യം ഒരു കടി കടിച്ചിട്ട് ശിവാനിയുടെ വായിൽ വെച്ച് കൊടുക്കുമ്പോൾ ശിവാനി പ്രണവിനെ ഇട്ട് കളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ വസുന്ധരയ്ക്ക് ചിരി വരുന്നുണ്ട്, പക്ഷെ അതൊക്കെ കണ്ടു നിൽക്കാൻ കഴിയാതെ ഗൗതം, പാറു, ഗോപി എല്ലാവരും ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഇവരെ ഇട്ട് വട്ടം കറക്കാൻ വേണ്ടി പ്രണവ് വായിലോട്ട് വെക്കുമ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രണവ് ചോദിക്കുന്നുണ്ട്, നീ എന്താ കാണിക്കുന്നത്, സത്യത്തിൽ നീ എന്താ ഈ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കളി ഒരു തമാശ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിക്കുന്നത് കാണുമ്പോൾ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ലെങ്കിലും ഇവർക്കെല്ലാം കണ്ടു നിൽക്കാനേ കഴിയുള്ളൂ എന്ന് വസുന്ധരയും നിധിയും ശിവാനിയും മനസ്സിലാക്കണം കേട്ടോ. പിന്നീടാണെങ്കിലോ
പറയാനില്ല. പിന്നീട് ശിവാനി എന്ത് ചെയ്യുന്നു, പാലെടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ ഈ പാല് അങ്ങ് എന്നാ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് പ്രണവിൻ്റെ കൈകളിൽ അങ്ങ് കൊടുത്തിട്ട് നിധി ഒരൊറ്റ പോക്കാണ് പോവാണ്. അപ്പോൾ ശിവാനി പറയുന്നുണ്ട് പാൽ എൻ്റെ കയ്യിൽ തായോ എന്ന് പറയുമ്പോൾ അതിന് തിരിച്ചടിയായി ഇങ്ങനെ ചെയ്തിട്ട് നിധി അങ്ങ് പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ഇവരിങ്ങനെ പാല് പരസ്പരം ഇങ്ങനെ കുടിക്കാൻ ഇങ്ങനെ ചുണ്ടത്ത് വെക്കുന്ന സമയത്താണ് അശോകനെ അങ്ങോട്ട് കയറി വരുന്ന, എടി മൂദേവി, എടി എരണം കെട്ടവളെ എന്നൊക്കെ പറഞ്ഞ് പല വൃത്തികെട്ട വേർഡ്സ് വിളിച്ചിട്ടാണ് അശോകൻ കയറി വരുന്നത് കേട്ടോ. അത് കാണുന്ന ശിവനെ ആകെ ഞെട്ടിപ്പോണേ, എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്, വസുന്ധരയും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ഓടി വന്നിട്ട് ആ പാലങ്ങ് മേടിച്ച് ഒരൊറ്റ ഏറങ്ങ് എറിയാണ് കേട്ടോ. എന്നിട്ട് എന്താടി കരുതിയിരിക്കുന്നത്, ഒരു കുടുംബം തകർക്കുന്ന പ്രവൃത്തിയാണ് നീയും നിൻ്റെ അമ്മയും ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. ആരോട് ചോദിച്ചിട്ടാടി നീ ഇവൻ താലി കെട്ടാൻ കഴുത്ത് നീട്ടിക്കൊടുത്തത്? ഈ വീട്ടിലുള്ളവർ ഒന്നടക്കം നിനക്കെതിരാണ്. നീ ഈ വീട്ടിലോട്ട് വിവാഹം കഴിച്ചു വരുന്നത് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞിട്ടും ഈ വീട് നീ കീഴടക്കാൻ നോക്കുന്നത് എന്തിനാടി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന ശിവാനി പറയുന്നത്, എന്താ അച്ഛാ, എൻ്റെ സ്വന്തം അച്ഛനല്ലേ, എന്നെ തകർക്കുകയാണ് അച്ഛ ചെയ്യേണ്ടത്. എന്നെ കല്യാണം കഴിഞ്ഞ് വന്ന ഒരു മകളെ അച്ഛൻ അനുഗ്രഹിക്കുകയാണല്ലോ വേണ്ടത്. അത് കേൾക്കുന്ന അശോകൻ പറയണേ, അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛൻ എന്ന ആ സ്ഥാനം നീ എനിക്ക് തരുന്നുണ്ടെങ്കിൽ നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടും എൻ്റെ വാക്കുകൾക്ക് പുല്ലുവില പോലും കൽപ്പിക്കാതെ പടക്കാരൻ ചെക്കനെ കണ്ടപ്പോൾ അങ്ങോട്ട് ഓടിയവളല്ലടി നീ മിണ്ടരുത്, നീ എന്തിനു വേണ്ടിയിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് കേൾക്കുന്ന ശിവാനി പറയണേ, എന്ത് കാര്യം, എന്താ അറിയുന്നത് കാര്യം? അപ്പോഴേക്കും വസുന്ധര ഇടപെടാനായിട്ട് വസുന്ധര പറയണേ, ദേ നിങ്ങൾ എന്തേ കാണിക്കുന്നത്, നിങ്ങളുടെ സ്വന്തം മകളല്ലേ, സ്വന്തം മകൾ എന്താ നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ സ്വന്തം മകളായതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരു കുടുംബം തകർക്കുന്ന മൂദേവിയാണ് ഇവളും ഇവളുടെ അമ്മയും. ഇവളെ ഇവിടെ ഇപ്പം നിങ്ങൾ പാല് കൊടുത്ത് കയറ്റുന്നുണ്ടല്ലോ, നിങ്ങൾ കയറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ നാളെ ഇവൾ തിരിച്ചടി തരും, അത് നിങ്ങൾ നോക്കിക്കോ. ഇപ്പോൾ ഇവിടെ കയറി വന്നിരിക്കുന്നത് നിധിയുടെ ജീവിതം തകർക്കാമെന്ന് കരുതിയാണ് ഇവളിവിടെ വന്നിരിക്കുന്നതെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതം പോലും ഇവളെ തകർക്കാൻ മടുക്കില്ല. കാരണം ഇവളെയും ഇവളുടെ അമ്മയെ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അത് കേൾക്കുന്ന വസുന്ധര എന്ന് ഞെട്ടിയെങ്കിലും കൂടി വസുന്ധര പറയണേ, നിങ്ങൾ ശരിക്കും ശിവാനിയുടെ അച്ഛനാണോ? ഒരച്ഛൻ മകളെക്കുറിച്ച് ഇങ്ങനെ പറയുമോ? അത് നിങ്ങൾ ചോദിച്ചത് കറക്റ്റാണ്. ഒരച്ഛനും പറയാൻ പാടില്ലാത്ത വാക്ക് പറയുന്നുണ്ടെങ്കിൽ അത്രയും വൃത്തികെട്ട മകളായതുകൊണ്ടാണ്. മറ്റുള്ള കുടുംബം ചെന്ന് തകർത്തിട്ട് അച്ഛന് പഴി കേൾക്കേണ്ടി വരും എന്നുള്ള പേടി കൊണ്ടാണ്. അതുകൊണ്ട് ഇവളെ ഞാൻ കൊന്നു തരാം, ഇവളെ കൊന്നാൽ ഇതോടുകൂടി തീരുമല്ലോ, ഞാൻ ജയിലിൽ പോയി കിടന്നാലും ഒരു കുഴപ്പമില്ലാവെന്ന് പറഞ്ഞിട്ട് ശിവാനിയുടെ കഴുത്തങ്ങോട്ട് പിടിച്ച് ഞെരിക്കുകയാണ് കേട്ടോ. എന്നാൽ ശിവാനിയാണെങ്കിലോ ഒന്ന് ശ്വാസം എടുക്കാൻ പോലും കഴിയാതെ ഇങ്ങനെ ശിവാനി ഇങ്ങനെ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ ഈ സമയം വസുന്ധരയും പ്രണവും ഒരുപാട് ഒഴിച്ച് മാറ്റാൻ നോക്കുന്നുണ്ട്. നിധിയും ഓടി വന്നിട്ട് മാമ അങ്ങനെ കാട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗൗതമാണെങ്കിൽ കൊല്ലട്ടെ ആ വൃത്തികെട്ട സാധനത്തിനെ കൊല്ലുക തന്നെ വേണം എന്നുള്ള രൂപത്തിൽ ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ സമയം വസുന്ധര ഇടപെട്ട് ഒരൊറ്റ അശോകനെ അങ്ങ് ഉന്തിയിട്ട്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? സ്വന്തം മകളെ കൊല്ലാൻ നോക്കുകയാണ്, അനുഗ്രഹിക്കേണ്ട കൈകൊണ്ട് നിങ്ങൾ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഞാൻ ഇവളെ അനുഗ്രഹിക്കില്ല, ഇവളുടെ താലി പൊട്ടിക്കുകയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് താലി വലിച്ചൂരി പൊട്ടിക്കാൻ നോക്കുമ്പോഴേക്കും വസുന്ധര വീണ്ടും ഇടപെടുകയാണ്. മര്യാദക്ക് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. മകളുടെ കഴുത്തിലെ താലി ഇറക്കുന്ന ഒരു അച്ഛനോ, പിന്നെ ഞാൻ എന്ത് വേണം? ഇവളെപ്പോലെ ഒരു പിശാചിനെ ഞാൻ സഹിക്കണോ? ഇവൾ എന്തെല്ലാം ക്രൂരതകളാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം ഗൗതമിൻ്റെ താലിക്ക് വേണ്ടി ഇവൾ കുറേ കിടന്ന് കളിച്ചു, ഇവളും ഇവളുടെ അമ്മയും. അത് കഴിഞ്ഞ് ഒരു ചെക്കൻ്റെ കൂടെ ഇറങ്ങിപ്പോയി. പിന്നീട് ഇവൻ്റെ നാശം കാണാനാണ് ഇവൾ വന്നിരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന പ്രണവാകെ ഞെട്ടിപ്പോകണിട്ട്, ഈശ്വരവരെ എന്തൊക്കെയാണ് പറയുന്നത് എന്ന ഭാവത്തിൽ പ്രണവ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയം ശിവാനിയുടെ താലി പിടിച്ചിങ്ങോട്ട് വലിച്ചു പൊട്ടിക്കുന്ന സമയത്ത് അവിടെ വീണ്ടും വസുന്ധര ഇടപെട്ടിട്ട്, നിങ്ങൾ ഇറങ്ങി പോകുന്നോ അതോ പോലീസിനെ വിളിക്കണോ? ഇത് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ ആര് നിൽക്കണമെന്ന് ആര് നിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇതേ തറവാട്ടിൽ വേറൊരുത്തി നിൽക്കുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഇത് നിങ്ങളുടെ സ്വന്തം ചോരയാണ്, ആ നിൽക്കുന്നത് നിങ്ങളുടെ പെങ്ങളുടെ ചോരയാണ്. പെങ്ങളുടെ മകളുടെ ജീവിതത്തിന് വേണ്ടി ഒരച്ഛനും ഒരു സ്വന്തം മകളെ തള്ളിപ്പറയില്ല, എത്ര വൃത്തികെട്ടവളാണെങ്കിലും. നിങ്ങൾ എന്തൊരു അച്ഛനാണ്, അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന്, അതല്ലെങ്കിൽ പോലീസിനെ വിളിക്കുമെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ അശോകൻ പറയണേ, എനിക്ക് ഈ വൃത്തികെട്ട മകൾ ഇന്നത്തോടുകൂടി മരിച്ചിരിക്കുന്നു, ഈ മകളെ ഞാൻ കൊന്നിരിക്കുന്നു, എൻ്റെ മനസ്സിൽ ഞാൻ കുത്തിക്കൊന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ വസുന്ധര പോലും ഞെട്ടിപ്പോകണേട്ടാ. അപ്പോൾ അങ്ങനെ ഒരു എപ്പിസോഡാണ് ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്നത്.